നമസ്കാരം, എൻ്റെ പേര് ഷാജു ജോസഫ്. ഞാൻ മലബാർ ഹണി ആൻഡ് ഫുഡ് പാർക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. മലബാർ ഹണി എന്ന് പറഞ്ഞാൽ ഒരു 30 വർഷത്തോളമായി തേൻ ഉൽപ്പാദന വിപണന രംഗത്ത് തേനീച്ച കർഷകർക്ക് പരിശീലനം കൊടുക്കുക, അവർ ഉൽപ്പാദിപ്പിക്കുന്ന തേനിനെ ന്യായവില നൽകി കളക്ട് ചെയ്ത് അതിനെ ശുദ്ധീകരിച്ച് ബ്രാൻഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് അക്മാർക്ക് ചെയ്ത് വിപണിയിലെത്തിക്കുക, അത് ആഭ്യന്തരവും വിദേശവുമായി വിപണിയിലെത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. വളരെ ചെറിയ തോതിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്നിപ്പം ഏതാണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി ഏതാണ്ട് 10 ലക്ഷത്തോളം കിലോ തേൻ പ്രതിവർഷം വിപണനം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് കർഷകരും കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഇതുകൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒട്ടനവധി കർഷകരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തേനുൽപ്പാദനം, തേനീച്ച കൃഷി, തേനുൽപ്പാദനം, വിപണനം എന്നീ ഈ മേഖലയെ മലബാർ ഹണിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഒരുപാട് പേരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനൊക്കെ ഈ ഒരു തേനീച്ച വളർത്തൽ എന്ന പരിപാടി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ തേൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ട് തേൻ സംഭരിക്കുന്നുണ്ട്. സംഭരിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സാമ്പിൾ എടുക്കും. റാൻഡം സാമ്പിളിങ് എല്ലാം ഒഴിക്കുന്നതിനകത്ത് നിന്ന് അത് ടാങ്കിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ റാൻഡം സാമ്പിൾ എടുത്ത് തൂക്കം വെയിറ്റ് ചെയ്ത് സാമ്പിൾ എടുത്ത് ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് സാമ്പിൾ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് ഗോഡൗണിലേക്ക് മാറ്റുള്ളൂ. ഗോഡൗണിൽ തന്നെ നമ്മൾ തേൻ സ്റ്റോർ ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്. സ്റ്റോർ ചെയ്യുന്ന മുഴുവൻ ബീവാക്സ് കോട്ട് ചെയ്ത ട്രംസിലാണ്. ഏതാണ്ട് 1000 കിലോ കൊള്ളുന്ന ട്രംസ് ഇൻസൈഡ് ഫുള്ള് ബീവാക്സ് കൂടിയത്. ബീവാക്സ് എന്ന് പറഞ്ഞാൽ തേൻമെഴുക്, തേനടകൾ ഉരുക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് തേൻമെഴുക്. അപ്പോൾ ഈ തേൻമെഴുകിനെ ഉരുക്കി അതിനകത്ത് ഈ ടാങ്കിനകത്ത് പൂശും. ഇൻസൈഡ് ഈ ബീവാക്സ് പൂശിക്കഴിയുമ്പോൾ ഇത് അതിനകത്ത് ഒഴിച്ചു വെക്കുന്ന തേനടയ്ക്കകത്തിരിക്കുന്ന അതേ എഫക്റ്റിലാണ് ഇരിക്കുന്നത്. തേൻ ഇരിക്കേണ്ടത് തേനടയ്ക്കകത്ത് തന്നെ ഇരിക്കേണ്ടത്, തേൻ മെഴുകിനകത്ത് തന്നെ. തേൻ മെഴുകെന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിലാണ് ഇത് ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്തൊഴിച്ച് 2 മാസം ഒഴിച്ചു വെച്ച് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ മുകളിലേക്ക് പൊന്തി വരും. ഈ പൊന്തി വരുന്ന ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം നമ്മൾ മാനുവലായിട്ട് വെട്ടി അരിച്ച് ഫിൽറ്റർ ചെയ്ത് മാറ്റിയ ശേഷമാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ക്വാളിറ്റിയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് കഴിഞ്ഞാൽ ഇതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സിങ് സാധാരണ രീതിയിൽ നാടൻ രീതിയിലൊക്കെ പലരും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പ്രോസസ്സിങ് എല്ലാം വളരെ തെറ്റാണ്. ഇങ്ങനെ നാടൻ രീതിയിൽ അടുപ്പയിൽ വെച്ച് ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലൂടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ തേൻ്റെ ഗുണമേന്മ മുഴുവൻ നഷ്ടപ്പെടുവാണ്. ഇതിനകത്തുള്ള മൈക്രോ ന്യൂട്രിയൻസും അതിനകത്തുള്ള എല്ലാ എൻസൈമുകളും എല്ലാ വിറ്റമിൻസും നഷ്ടപ്പെട്ടു പോകും. തേൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത ഊഷ്മാവിൽ കൂടുതൽ ചൂടായിപ്പോയി ഒരു 55 ഡിഗ്രിയിൽ കൂടുതൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സകല ഗുണവും അതിനകത്ത് നഷ്ടപ്പെടുകയാണ്. തന്നെയല്ല HMF അതിനകത്ത് കൂടും. ഈ HMF കൂടിക്കഴിഞ്ഞാൽ HMF ഒക്കെ ഒരു 80 ppm ആണ് അലൗഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ലെവലിൽ അലൗഡ് ആയിട്ടുള്ള FSSAIയുടെ റൂൾ പ്രകാരം 80 ppm അലൗഡ്. അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത് പോയിസണാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നാടൻ രീതിയിൽ ഇങ്ങനെ അടുപ്പ വെച്ച് ചൂടാക്കി എല്ലാവരും നാടൻ തേൻ എന്ന് പറഞ്ഞ് നാടൻ തേൻ വാങ്ങാൻ പോകും. പക്ഷേ ഈ നാടൻ തേനൊക്കെ പലപ്പോഴും ചൂടാക്കുമ്പോൾ അതിനകത്ത് കൂടെ HMF കൂടി അത് പോയിസണാകും. അതുപോലെ തന്നെ മൈക്രോ എലമെൻറ്റ്സ് എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സിങ് സംവിധാനം നിന്ന് വാക്വം ടെക്നോളജി ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനകത്ത് പ്രഷർ കുറച്ചുകൊണ്ട് വളരെ കുറഞ്ഞ പ്രഷറിൽ ഇതിനെ ചെറിയ ഊഷ്മാവിൽ 40 ഡിഗ്രിയിൽ തന്നെ തന്നെ ജലാംശത്തെ വേപ്പറൈസ് ചെയ്യിപ്പിച്ച് വലിച്ചു കളയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് തേന് യാതൊരു പരിക്കും പറ്റാതെ ഗുണമേന്മ കൂടുതലാക്കി ഏറ്റവും നല്ല ഗുണമേന്മയുള്ള തേനാണ് ഇവിടുന്ന് പാക്ക് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ മാനുവൽ ഫിൽറ്ററിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം അതിനെ എടുത്ത് പ്രോസസ്സ് ചെയ്ത് അതിനെ എക്മാർക്ക് ചെയ്യും. പ്രത്യേകിച്ച് അതിനെ ഗവൺമെൻറ് ലാബിൽ പരിശോധിച്ച് ഗവൺമെൻറ് അതോറിറ്റീസ് അതിനെ സർട്ടിഫൈ ചെയ്ത ശേഷം മാത്രമാണ് ഇതിനെ മാർക്കറ്റിലേക്ക് വിടുന്നത്. അങ്ങനെ മാർക്കറ്റിലെത്തുന്ന ആ തേനിന് ഏറ്റവും നല്ല ഗുണമേന്മയും ഏറ്റവും നല്ല ഔഷധ ഗുണവും എല്ലാം ഉണ്ടാക്കി ഔഷധ ഗുണം ഒട്ടും നഷ്ടപ്പെടാതെ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള തേനാണ് നമ്മളിവിടുന്ന് വിപണിയിലേക്ക് എത്തിക്കുന്നത്. അത് പല ബ്രാൻഡുകളിൽ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും മെയിനായിട്ട് നമ്മളിവിടെ ഏറ്റവും എക്കണോമിക്കായിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഹോളി ബീ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡുണ്ട്. അത് വളരെ എക്കണോമിക്കാണ്, വളരെ ചെറിയ ഒരു വിലയിൽ ഏറ്റവും നല്ല ഗുണമേന്മയിലാണ് അതിനെ വിപണിയിൽ എത്തിക്കുന്നത്. തേന് നമുക്ക് ഒരുപാട് സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിന്നിന് സ്മൂത്ത്നെസ് കിട്ടുവാനും സ്കിൻ ഡിസീസസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തേൻ ഡയറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേനിനെ നമുക്ക് നല്ല
കുത്തരിയുടെ തവിട് നല്ലപോലെ പൊടിഞ്ഞ കുത്തരിയുടെ തവിട് നല്ലപോലെ മിക്സിയിലിട്ട് പൊടിച്ച ശേഷം അതിനകത്ത് തേൻ ചേർത്ത് നമുക്ക് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞെന്നാൽ എല്ലാ ദിവസവും കുളിച്ച് വൈകിട്ട് ഒരു മുഖമെല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത ശേഷം ഇത് ഫേഷ്യൽ ചെയ്ത് ഒരു മണിക്കൂർ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ തേനും ഇതുമായിട്ട് ഫേഷ്യൽ ചെയ്ത് വെച്ച് കഴിഞ്ഞ് ക്ലീൻ ആക്കുകയാണെങ്കിൽ മുഖത്തിന് നല്ല ഗ്ലേസിങ്ങും കിട്ടും, നല്ല മുഖത്തെ യാതൊരു പാടുകളെല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. അതുപോലെ തീപ്പൊള്ളലിൻ്റെ പാടോ അല്ലെങ്കിൽ മറ്റു കലകളോ ഒക്കെ മാറാൻ ഇങ്ങനെ തേനും തവിടും തേനും മുൾട്ടാണി മുട്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും നല്ല മലബാർ ഹണിയിൽ ഇവിടെ നമ്മൾ മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട്, തേൻ മെഴുക് കൊണ്ടുള്ളൊരു പ്രോഡക്റ്റ്. തേൻ മെഴുകും ഒലിവ് ഓയിലും എപ്രിക്കോട്ട് ഓയിലും കുറേ ഹെർബൽസും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഫേസ് ക്രീമുണ്ട്. സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പല ക്രീമുകളും നമുക്ക് ദോഷകരമായ അന്നേരത്തെ ആ ഗ്ലേസിങ്ങുകൾ ദോഷകരമായി, കാരണം ഇത് സിന്തറ്റിക് വാക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബി വാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നെ സ്മൂത്താക്കാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കാല് വരച്ചിലൊക്കെ പോലെ അല്ലെ ചുണ്ട് വരച്ചിൽ, മുഖത്ത് ഡ്രൈനസ്, ഇതിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ബി വാക്സിൻ്റെ ക്രീം. ബി വാക്സും ഇതുപോലെയുള്ള ഒലിവ് ഓയിലോ എപ്രിക്കോട്ട് ഓയിലോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ല സ്കിന്നെ സ്മൂത്താക്കാൻ പറ്റിയ സാധനമാണ്. ഇങ്ങനെ തേനും കൊണ്ട് സ്കിൻ സംബന്ധമായിട്ടൊക്കെയുള്ള ഒരുപാട് ഇൻറ്റേർണലായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ്, എക്സ്റ്റേണലായിട്ടുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ സ്കിൻ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങൾക്ക് തേന് മരുന്നായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ തേന് പൊതുവെ ആളുകൾക്ക് പൊതുവെ ഏറ്റവും സംശയിക്കപ്പെട്ട ഒരു സാധനമാണ് തേന്. ഇത് ആർക്കും ഏത് നല്ല തേൻ കണ്ടാലും അതിനെ സംശയമാണ്. കാരണം പൊതുവെ മാർക്കറ്റിൽ ഒരുപാട് ഫേക്ക് ഹണി ഉണ്ടെന്നുള്ളതാണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ കിട്ടുന്ന അങ്ങനെയൊക്കെ ഒരുപാട് ഫേക്ക് ഹണിയുടെ ഒരു കാലഘട്ടമാണ്. ഇത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ചേർത്ത ഒരുപാട് തേൻ മാർക്കറ്റിലുണ്ട്. ഇത് പലപ്പോഴും പലരെയും വിഷമിപ്പിക്കുന്നത് ഇതിനകത്ത് എങ്ങനെ ഒറിജിനൽ തിരിച്ചറിയും എന്നുള്ളൊരു വിഷമമാണ്. പലരും പറയും ചുമ്മാ വെള്ളത്തിലേക്ക് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിലേക്ക് തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ അടിയിൽ നിൽക്കുന്നത് നല്ല തേനാണ്, അടി നിൽക്കും എന്ന് ചില വലിയ ഡോക്ടേഴ്സ് പോലും വലിയ ആൾക്കാർ പോലും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ അടിയിലേക്ക് ഒഴിച്ചാൽ അത് കട്ടിയുള്ള ഏത് ദ്രാവകവും ഒഴിച്ചാലും വെള്ളത്തിക്കടെ അടിയിൽ പോയി നിൽക്കും. ഇപ്പോൾ പഞ്ചസാര നല്ലപോലെ കുറുക്കി നല്ല കൊഴുപ്പിലെടുത്തിട്ട് അത് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ അത് അടിയിലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് പറയുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേരെ പറ്റിക്കുന്നുണ്ട്. ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് ഇപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ലാബ് അക്മാർക്ക് ചെയ്ത തേനാണെങ്കിൽ അത് 100% ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ മലബാർ ഹണി പോലെ ഇത്രയും ബാക്ക്വേർഡ് ലിങ്കേജുള്ള തേനീച്ച കർഷകരുടെ ബാക്ക്വേർഡ് ലിങ്കേജുള്ള സ്ഥാപനത്തിൻ്റെ തേൻ ധൈര്യമായിട്ട് മേടിക്കാം. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ 20,000-ഓളം കർഷകരുടെ പിന്തുണയാണ്, അല്ലെങ്കിൽ പിൻബലത്തിൽ ഇത്രയും കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ ഒരിക്കലും നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഏറ്റവും നല്ല പ്രോസസ്സിങ് സംവിധാനം. ഇതൊരു തുറന്ന പുസ്തകമാണ് മലബാർ ഹണി എന്ന് പറഞ്ഞാൽ. ആർക്കും എപ്പോഴും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാം, കാണാം, ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് കാണാം, ഇവിടെ തേനെടുക്കുന്നത് കാണാം, പ്രോസസ്സ് ചെയ്യുന്നത് കാണാം. എപ്പോഴും വന്ന് നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ ഇവിടെ ഒരു ഗേറ്റ് പോലും എപ്പോഴും ഓപ്പണാണ്. ആർക്കും എപ്പോഴും വന്ന് വിത്ത് പെർമിഷനോടുകൂടി കയറിക്കഴിഞ്ഞാൽ എല്ലായിടവും എപ്പോഴും കാണിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഏറ്റവും നല്ല ശുദ്ധമായ തേനാണ് ഇവിടുന്ന് കിട്ടുന്നത്. പക്ഷേ ഇതൊന്നും മാർക്കറ്റിൽ ചെല്ലുമ്പോൾ പലപ്പോഴും പലർക്കും ഇത് നോക്കി മേടിക്കുക. അപ്പം മലബാർ ഹണിയുടെ ബ്രാൻഡുകൾ കൃത്യമായിട്ട് അതെല്ലാം മലബാർ ഹണിയുടെ എംബ്ലം ഉണ്ടായിരിക്കുക, ബ്രാൻഡ് നോക്കി വാങ്ങിച്ചാൽ 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം, ഉപയോഗിക്കാം. പിന്നെ 100 കണക്കിന് ബീ കീപ്പേഴ്സിൻ്റെ ഒരു പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ബാക്ക്വേർഡ് ലിങ്കേജോടുകൂടിയാണ് മലബാർ ഹണി പ്രവർത്തിച്ചു വരുന്നത്. ഒരുപാട് തേനീച്ച കർഷകരുണ്ട് ഇവിടെ തേനീച്ച കർഷകർക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ട്രെയിനിങ് തൊട്ട് ഇതിന് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും, തേനീച്ച വളർത്തലിന് വേണ്ടുന്ന തേനീച്ചപ്പെട്ടി, തേനീച്ച ഉപകരണങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേനീച്ച കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത് ന്യായമായ ഒരു വില നൽകി ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നുമുണ്ട്. കൃത്യമായിട്ട് അത് എല്ലാവർക്കും കൃത്യമായിട്ട് പൈസയ്ക്കൊന്നും, പണ്ടൊക്കെ നമ്മളൊക്കെ വളർക്കുന്ന കാലത്ത്, നമ്മളൊക്കെ തുടങ്ങിയ കാലത്തൊക്കെ തേൻ കൊടുത്തു കഴിഞ്ഞെന്നാൽ പൈസ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുതന്നെയാണ് നമുക്കൊക്കെ ഇതിൻ്റെ ഒരു അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു. ഇപ്പം പല കാര്യങ്ങളിലും പലയിടത്തും ഇതിന് കൊടുത്താൽ പൈസ കിട്ടില്ല എന്നുള്ളൊരു. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ പൈസ തേൻ കൊണ്ടുവന്ന് തൂക്കിക്കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്ത് 3 ദിവസം 4 ദിവസം മതി ഫുൾ പേയ്മെൻറ്റ് അവർക്ക് കൊടുത്തു കഴിയും. അപ്പോൾ അതുകൊണ്ട് തേനീച്ച കർഷകർക്ക് ഒരു വലിയ ഒരു സഹായം. അതുപോലെ തന്നെ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള തേനീച്ച കോളനികൾ ഇവിടുന്ന് ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തേനീച്ച പെട്ടികൾ, കൃത്യമായ മെഷർമെൻറ്റിലുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള തേനീച്ച പെട്ടികൾ, തേനീച്ച വളർത്താനുള്ള ഉപകരണങ്ങളായ സ്മോക്കർ, അതുപോലെ തന്നെ വല, അതിനുവേണ്ടി മുഖത്തിടുന്ന മാസ്ക്, കത്തി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന്
ഒരു ന്യായമായ വിലയ്ക്ക് ഇവിടുന്ന് കർഷകർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഈ ബീ കീപ്പേഴ്സിനോടൊപ്പം ഈ കർഷകരോടൊപ്പം തന്നെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ജോലിക്കാരുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ പാക്കിംഗ് സ്റ്റാഫും നമ്മുടെ ഫീൽഡ് സ്റ്റാഫ്, മാർക്കറ്റിംഗ് സ്റ്റാഫ്, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ് സ്ഥാപനം. നല്ല സഹകരിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നല്ല നിലയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റാഫിൻ്റെ അനുപാതം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും വനിതാ ജീവനക്കാരാണുള്ളത്. ഈ പാക്കിങ്, പ്രോസസ്സിങ്, പാക്കിങ് ഏതാണ്ട് 80% വനിതകളാണ്, 20% ആണുങ്ങൾ. കൂടുതൽ മാർക്കറ്റിംഗ് മേഖലയിലേക്കൊക്കെയാണ് നമുക്ക് ആണുങ്ങളുടെ ആവശ്യം വരുന്നത്. അതിൽ ബീ കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും ആണുങ്ങൾ തന്നെയാണ് ബീ കീപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും വനിതകളും കുടുംബശ്രീ ഗ്രൂപ്പുകളും ഒക്കെ കുറേ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ചെറുതേൻ്റെയൊക്കെ വളർത്തലിലൊക്കെ കൂടുതലായിട്ടും ലേഡീസാണെങ്കിൽ മറ്റ് സാധാരണ നാടനീച്ച അത് കുറച്ച് കുത്തലൊക്കെ ഉള്ളതുകൊണ്ട് അത് ആണുങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. കൂടുതൽ വ്യാവസായികമായിട്ട് വളർത്തുമ്പോൾ കൂടുതൽ ആണുങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. എന്നാൽ ചെറിയ രീതിയിലുള്ള ഒരു വീട്ടു പണിയുടെ ഒപ്പം തന്നെ ചെറിയ രീതിയിൽ ചെറുകിടമായിട്ടുള്ളതെല്ലാം ലേഡീസ് ചെയ്യുന്നു. അങ്ങനെ തുല്യമായിട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുമായിട്ടുള്ള ബെനഫിറ്റഡ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുപോലെ ബെനഫിറ്റഡാണ്. തേനീച്ച വളർത്തലിനെ സംബന്ധിച്ച് തേനീച്ച കൃഷിയിൽ 3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ക്ഷാമകാലം, വളർച്ചാകാലം, ഉൽപ്പാദനകാലം എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ. ഈ 3 ഘട്ടവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്ഷാമകാലത്തെന്ന് പറഞ്ഞാൽ ഇത് ഈച്ച കൂട് വിട്ടു പോകുന്ന സമയം ക്ഷാമകാലമാണ് കൂടുതലായിട്ടും. കാരണം ആഹാരം ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല, ആഹാരമില്ല, കാലാവസ്ഥ പ്രതികൂലമായി വരുന്നു. ഒന്നെങ്കിൽ അതിന് തേനീച്ചയ്ക്ക് ഈ കാലാവസ്ഥയെ അതിജീവിക്കാൻ പറ്റുന്നില്ല, തണുപ്പ് കൂടുതൽ വരുന്നു, അല്ലെങ്കിൽ മഴ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും പിന്നെ മറ്റ് ഷഡ്പഥങ്ങളുടെയൊക്കെ പ്രശ്നം, ഈ കടന്നൽ പോലെയൊക്കെയുള്ള ഷഡ്പഥങ്ങൾ തേനീച്ച അറ്റാക്കുന്നുണ്ട്. ഇതൊക്കെ തേനീച്ചയ്ക്ക് ബാധിക്കുന്ന കാര്യം. അപ്പോൾ ക്ഷാമകാലത്ത് ഇവയുടെ ശല്യത്തിൽ നിന്നെല്ലാം മോചിപ്പിക്കുകയും ഒപ്പം തന്നെ മഴക്കാലത്ത് മഴകളുടെ കൊണ്ട് തന്നെ പൂവിൽ നിന്ന് തേൻ ലഭിക്കുകയില്ല. അപ്പോൾ ആ തേൻ കിട്ടാത്തപ്പം തേനീച്ചയ്ക്ക് തേൻ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഊർജ്ജ സ്രോതസ്സാണ് തേന്. അപ്പം തേൻ കിട്ടിയില്ലെങ്കിൽ അതിന് ഊർജ്ജം ഇല്ല, വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടിയില്ല. ഒപ്പം തന്നെ മെഴുക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു തേൻ കഴിക്കണം. അപ്പോൾ മെഴുക് ഉൽപ്പാദിപ്പിച്ചാൽ ഈ അടകളൊക്കെ നിർമ്മിക്കാനും ഉള്ളതിനെ പുതുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് തേൻ, ആവശ്യത്തിന് തേൻ കിട്ടണം. ഇനി അഥവാ തേനില്ലെങ്കിൽ തേനിന് പകരമായിട്ട് നമുക്ക് കരിമ്പ് ജ്യൂസോ അല്ലെങ്കിൽ പഞ്ചസാര കലക്കി കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഈ പഞ്ചസാര കലക്കി കൊടുത്താലും തേനൊന്നും കിട്ടിയല്ല, പഞ്ചസാര കൊണ്ട് തേനെടുക്കാനല്ല. പല ആളും വിശ്വസിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര കലക്കി കൊടുത്ത് തേൻ എടുക്കുന്നതെന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പഞ്ചസാര കലക്കി കൊടുത്ത് തേൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയല്ല. പഞ്ചസാര അതിൻ്റെ ആഹാരമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പം മഴക്കാലത്ത് വേണമെങ്കിൽ തേനിന് പകരമായിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ നമുക്ക് ലാഭത്തിന് വേണ്ടിയിട്ട്, തേൻ തന്നെയാണ് നല്ലത്, പക്ഷേ തേനിന് പകരമായിട്ട് തേൻ കൊടുക്കുമ്പോൾ നമുക്ക് മുതലാകാത്തതുകൊണ്ട് പകരമായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കാം. അങ്ങനെ ക്ഷാമകാലത്ത് അങ്ങനെ നമുക്ക് പരിഹരിക്കുക. കാരണം ശരിയായ രീതിയിൽ വന്നാൽ മാത്രമേ അതിനെ വളർച്ചാ കാലത്തേക്ക് ആ തേനീച്ചകൾ നിലനിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഈ വളർച്ചാ കാലം എന്ന് പറഞ്ഞാൽ ആ സമയം ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ സമയമാണ്. ആ സമയത്ത് തേനീച്ചകളെ ഡിവൈഡ് ചെയ്യുന്ന ആ സമയത്താണ് പുതിയ റാണിയെ ഉൽപ്പാദിപ്പിക്കുന്ന ആ സമയത്താണ്, അടകൾ പുതുക്കുന്ന ആ സമയത്താണ്, പുതിയ അടകളൊക്കെ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ആ സമയത്ത് ഇഷ്ടംപോലെ പൂമ്പൊടി കിട്ടും. ഈച്ചയ്ക്ക് ധാരാളം പൂമ്പൊടി പ്രോട്ടീൻ ഫുഡാണ്. അങ്ങനെ പ്രോട്ടീൻ സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുമ്പോൾ തേനീച്ചകൾ നന്നായിട്ട് വളരും. ആ സമയത്ത് കൂടുതൽ കുഞ്ഞുങ്ങളും അതിൻ്റെ മുട്ടയിടും, കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാവും, അത് ഗ്രോത്ത് ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാം, എണ്ണം വർദ്ധിപ്പിക്കാം. എങ്ങനെയെല്ലാം കഴിഞ്ഞാൽ വളർച്ചാകാലം കഴിഞ്ഞ് ഒരു ജനുവരി ആകുമ്പോഴത്തേനും നമ്മുടെ സീസൺ ആകും, ഏതാണ്ട് സീസൺ ആരംഭിക്കാറാകും. പിന്നെ സീസണൽ മാനേജ്മെൻറ്റാണ്. ഈ സമയത്ത് തേനീച്ചകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ഈച്ച വർദ്ധിക്കുന്നതിന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ക്യൂൺ സെല്ലുകളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ച് അതിനെ നിലനിർത്തണം. അതുപോലെ തന്നെ അതിൻ്റെ മേൽത്തട്ടിലേക്ക് അടകൾ വെട്ടിക്കൊടുത്തുകൊണ്ട് ആ മേൽത്തട്ടിൽ തേൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഇങ്ങനെ കൂടുതൽ തട്ടുകൾ വേണമെങ്കിൽ തട്ടുകൾ വെച്ച് കൊടുക്കണം. പിരിഞ്ഞു പോകാതെ അതിനെ സംരക്ഷിച്ച് തേൻ ഉൽപ്പാദനം മാക്സിമൈസ് ചെയ്യണം. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ഓരോ ജോലികളും കൃത്യമായിട്ട് വളരെ ചിട്ടയോടുകൂടി ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉൽപ്പാദനത്തെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. തികച്ചും യാദൃശ്യമായിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഞാനൊരു തേനീച്ച വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പരിശീലനമോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിങ്ങനെ കൂട്ടുകാർ സംസാരിച്ചിരിക്കുമ്പോൾ വെറുതെ തേനീച്ചയെ ഒരു തമാശയ്ക്ക് പിടിച്ചു വെച്ച അന്നൊക്കെ ഇങ്ങനെ തേനീച്ച വാങ്ങാനൊന്നും കിട്ടിയില്ല.
അന്ന് തേനീച്ച പിടിച്ചു വെക്കുകയാണ്. മരപ്പത്തിലും മാളത്തിലും അല്ലെ കൊമ്പുകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഈച്ച ആരെങ്കിലും കാണിച്ചു തരുന്നവർക്ക് നമ്മളൊരു പൈസ കൊടുക്കണം. അങ്ങനെ അതിനെ പിടിച്ച് വെക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് തേനീച്ചയുണ്ട്, ഒരു മരപ്പത്തിൽ തേനീച്ചയുണ്ട്, നമുക്കൊന്ന് പോയി പിടിക്കാം. ഞാൻ പറഞ്ഞു എന്ത് തേനീച്ചയെ കിട്ടുള്ളൂ, അതിന് പറ്റിയായിരുന്നു. എടാ തേൻ കിട്ടൂടാ, ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമാശയ്ക്ക് പോയി അതിനെ, അപ്പോൾ അവിടുന്ന് തേനൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ആ ഈച്ചയെ നമ്മളൊരു കൂട്ടി പിടിച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ പിടിച്ചു വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് പിടിച്ചു വെച്ചാൽ 2-3 അങ്ങനെ ഒരു 5-8 പെട്ടി ആ വർഷം നമ്മളങ്ങനെ പിടിച്ചു വെച്ചു. ആ വർഷം ഒരു 10-80 കിലോയോളം തേൻ കിട്ടി. അപ്പോൾ ഇത് വലിയൊരു 80 കിലോ തേൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അന്നത്തെ വിലയ്ക്ക് തന്നെയാണ് ഒരു കിലോയ്ക്ക് 25 രൂപയാണ് വില. അപ്പോൾ എന്നാലും ആ 80 കിലോ തേൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ 5-10 കിലോ സ്വന്തം ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് വിറ്റു. അതിങ്ങനെ കുപ്പി നിറച്ച് കൊടുത്തു. അപ്പോൾ അത് നല്ലൊരു പൈസ കിട്ടി. അന്നത്തെ കാലത്ത് ആ ഒരു പൈസയ്ക്ക് വിലയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ആ വർഷം മഴക്കാലമായപ്പോൾ ആ ഈച്ച പറന്നു പോവുകയില്ലേ. പിന്നെ പിറ്റേ വർഷം അത് തലേ വർഷത്തെ ആ രസം കൊണ്ട് പിറ്റേ വർഷം ഇതുപോലെ തന്നെ സീസൺ സമയത്ത് കുറച്ച് നമ്മൾ പെട്ടി പിടിച്ചു വെച്ചു. അപ്പോൾ ആ വർഷവും തേൻ കിട്ടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തേനീച്ച ഇങ്ങനെ മഴക്കാലത്ത് പറന്നു പോകും. നമ്മൾ തേനീച്ച പിടിച്ചു വെച്ചാലും തേനീച്ച ഒരു വേനൽക്കാലം തേൻ കഴിയുമ്പോൾ പിന്നെ അത് പറന്നു പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കർഷകശ്രീ മാസികയിൽ നെയ്യാറ്റിൻകരയിലെ തേനീച്ച വളർത്തൽ, ശാസ്ത്രീയമായ തേനീച്ച വളർത്തലിനെ കുറിച്ച് ആർട്ടിക്കിൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ടത് മഴക്കാലത്ത് ജൂലൈ മാസത്തിലാണ് ഈ ആർട്ടിക്കിൾ വായിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തേനീച്ചകളെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയം ജൂലൈ മാസമായപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ തേനീച്ചകളും കൂടി വിട്ട് പോയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നത്. അപ്പോൾ അവർ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു പടമൊക്കെ സഹിതമാണ് ആ ഒരു ആർട്ടിക്കിൾ കണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ കണ്ട ഒരു നമ്പറിൽ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഇത് ശരിയാണോ, ഇങ്ങനെയൊക്കെ തേനീച്ച ഈ സമയത്ത് ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ പിരിക്കാൻ പറ്റുമോ, ഇപ്പോൾ ഇതൊക്കെ വാസ്തവമാണോ, അതോ ചുമ്മാ ഫയലിലായിട്ടുള്ള ഏതെങ്കിലും ഒരു പടം എടുത്തിട്ടേക്കുന്നതാണ്, മുമ്പത്തെ പടം എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ് നിങ്ങളിങ്ങ് വന്നോ, നേരിട്ട് വന്നാൽ കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളെ നെയ്യാറ്റിൻകരയ്ക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് പെരിങ്ങടവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പം പല ഭാഗത്ത് ഓരോ വീടുകളിലും 5-8 പെട്ടി അവർ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഈ പെട്ടി നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്യുന്നത് കണ്ടു മനസ്സിലാക്കി. അപ്പം അളി ചോദിച്ചു, ഇത് കൂടി നമുക്ക് കുറച്ച് ഈച്ചയെ തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തരാം, ഞങ്ങളുടെ പണി അത് തന്നെ. ഞങ്ങൾ ഡിസംബർ വരെയും തേനീച്ചകളെ ഞങ്ങൾ വിഭജിച്ച് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഡിസംബറോടുകൂടി ഞങ്ങൾ തോട്ടങ്ങളിലേക്ക് മാറ്റി തേനെടുക്കും. അപ്പോൾ അങ്ങനെ 10, 500, 1000 തേനീച്ച പെട്ടികളുള്ള ഒരുപാട് കർഷകരുണ്ട്. ഇവരുടെ എല്ലാം പണി ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊരു 150 പെട്ടി വാങ്ങി അത് കൊണ്ടുവന്നു. അതിലാണ് നമ്മുടെ തുടക്കം. അത് കൊണ്ടുവന്ന് ആ വർഷം ഈ പറഞ്ഞ പോലെ അതിനെ ഇവിടെ കൊണ്ടുവന്ന് അതിനെ ഡിവൈഡ് ചെയ്തു, അതിനെ എല്ലാം സെറ്റാക്കി വെച്ചു. അത് തേൻ ആ വർഷം 4000 കിലോ തേൻ കിട്ടി. വലിയൊരു കാര്യമായിരുന്നു. 4000 കിലോ തേൻ എന്ന് പറഞ്ഞാൽ അന്ന് സമയം ആയപ്പോഴത്തേന് ഏതാണ്ട് 40 രൂപ വിലയായി. ആ 40 രൂപയ്ക്ക് അന്ന് 4000 കിലോയ്ക്ക് 1,60,000 എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നത്തെ ഒരു രീതിക്ക് ഒരു 2-3 ഏക്കർ സ്ഥലം വാങ്ങാനുള്ള പൈസ വരെയുണ്ട്. അത് വലിയൊരു എമൗണ്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇത് തന്നെ നമ്മുടെ ഒരു ജീവിതമാർഗ്ഗം, ഇതൊരു തൊഴിലാക്കി സ്വീകരിക്കുക, ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ വർഷവും മഴക്കാലത്ത് ഈച്ച മുഴുവൻ പോയി. എല്ലാം ആ മഴക്കാലമാകുമ്പോൾ ഈച്ചയുടെ സ്വഭാവമാണ് കൂട് വിട്ട് പോയി പൊട്ടൻഷ്യൽ ഏരിയയിലേക്ക്, തേനുള്ള ഏരിയയിലേക്ക് പോയി തേൻ ഉൽപ്പാദനമുള്ള ഏരിയയിലേക്ക് കൂട് വിട്ട് പോകുക. ദേശാടനം ചെയ്യുന്ന ഒരു ജീവിതമാണ് തേനീച്ചകൾ. അപ്പോൾ അങ്ങനെ ഒരു ഈച്ചകൾ മുഴുവൻ പോയി. 8 പെട്ടി ഉണ്ടായിരുന്നു ബാക്കി. അതാണ്ട് ഓഗസ്റ്റ് ആയപ്പം ചെന്ന് നോക്കുമ്പോൾ 8 പെട്ടിയാണ് ബാക്കിയുള്ളത്. ഈ 300 പെട്ടിക്കകത്ത് നിന്ന് 8 പെട്ടിയാണ് ബാക്കിയുണ്ടായിരുന്നത്. അത് നമുക്ക് ആകപ്പാടെ ഒരു വിഷമായി. അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇത് പോയല്ലോ, എല്ലാം പോയി പോലെ നഷ്ടപ്പെട്ട പോലെയൊക്കെ ഒരു വിഷമത്തിലിരുന്നാലും 1 മാസങ്ങൾ കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആയപ്പോഴത്തേനും പഴയ ആളെ ഒന്നുകൂടെ വിളിച്ചു. അപ്പോൾ അയാളെ വിളിച്ചപ്പോഴേ ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ പെട്ടിയെല്ലാം ഈച്ചയെല്ലാം പോയി കാണുമല്ലോ, നിങ്ങൾ നോക്കിയിട്ടില്ല, വേണ്ട പോലെ മഴക്കാലത്ത് അതിനെ വേണ്ട പോലെ ആഹാരം കൊടുത്ത് സംരക്ഷിക്കണം. വേനൽക്കാലത്ത് നമ്മൾ തേൻ എടുക്കുന്നു, അത് അതിൻ്റെ മഴക്കാലത്തേക്ക് കൊണ്ട് സേവ് ചെയ്ത് വെക്കുന്ന തേൻ നമ്മൾ അടിച്ചു മാറ്റുന്നതാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ആഹാരം കൊടുത്തേ വെക്കൂ. അപ്പോൾ ആ ആഹാരം നിങ്ങൾ കൊടുത്തിട്ടില്ല. ഒന്നെങ്കിൽ തേൻ കൊടുക്കണം, അല്ലെങ്കിൽ തേനിന് പകരം മഴക്കാലത്ത് അതിന് ജീവിക്കാനെങ്കിലും അത്യാവശ്യം പഞ്ചസാരയെങ്കിലും കലക്കി കുറച്ച് കൊടുത്താൽ അത് ജീവിച്ചോളും. അതെങ്കിലും കൊടുക്കണമായിരുന്നു, അതൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് പോയത്. അപ്പോൾ ഏതായാലും പറഞ്ഞ് എന്തായാലും ആയിക്കോട്ടെ, നമുക്ക് പോയി നഷ്ടപ്പെട്ട് ഇനി ഏതായാലും ഈ വർഷം കുറച്ച് പെട്ടി താമോ, ഇനിയിപ്പോൾ നമ്മൾ കളയാതെ നോക്കാം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ പോയി വീണ്ടും ഒരു 150 പെട്ടി പിറ്റേ വർഷവും വാങ്ങി അതിനെ സൂക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് അതൊരു 350 പെട്ടിയോളം ആക്കി ഡിവൈഡ് ചെയ്ത് മാറ്റി. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയതിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറ്റി. അപ്പോൾ ഇനി ഇത് കളയാലിന് ശാപതമെടുത്തു. കാരണം ഒരു തോൽവിയിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചു. അന്ന് ആ ഒരു തോൽവിയാണ് നമുക്ക് വിജയത്തിൻ്റെ അന്നത്തെ 2 വർഷത്തെ പരാജയങ്ങളാണ് പിന്നീട് നമുക്ക് വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പുണ്ടാക്കി. അപ്പോൾ എന്താണ് ഇതിൻ്റെ പരാജയ കാരണമെന്നെല്ലാം നമ്മൾ വിശദമായി അന്ന് പഠിച്ചു. എപ്പോഴും ആ ഒരു
ആളെ നമ്മുടെ മെൻ്ററായി സ്വീകരിച്ച് അയാളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് തേൻ ഉൽപ്പാദന കാലം കഴിഞ്ഞ് ആ വർഷം ഒരു 4500 കിലോ തേൻ കിട്ടി. അപ്പോൾ ആ തേൻ ഉൽപ്പാദന കാലം കഴിഞ്ഞത് അതിൻ്റെ മേൽത്തട്ടുകളെല്ലാം മാറ്റി അതിന് ആഹാരം കൊടുക്കുന്ന രീതിയിലേക്ക് മെയ് മാസം ആയത് ആഹാരം കൊടുക്കാൻ തുടങ്ങി. വേണ്ട പോലെ ആഹാരം കൃത്യമായിട്ട് കൊടുത്തു. അതിനെ കൂട് നനയാതെ ഭദ്രമായിട്ടൊക്കെ സൂക്ഷിച്ച് വെച്ച് ഒട്ടും നനയാതെ അതിനെ ഉറുമ്പൊന്നും കയറി പ്രാണികളൊന്നും ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ നല്ലപോലെ സംരക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ടിയും പോയില്ലെന്നില്ല. ആ ഒരു ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാ പെട്ടിയിലും ഈച്ചയുണ്ട് നോക്കി. അപ്പം ജൂലൈ ആയപ്പോഴത്തേക്കും മേൽത്തട്ടിലെ അതിൻ്റെ അടിത്തട്ടിൽ നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അട പുതുക്കണം. അട പുതുക്കാൻ വേണ്ടിയിട്ട് ഓരോ അടകൾ കട്ട് ചെയ്ത് മാറ്റി അടകളൊക്കെ പുതുക്കി അതിനെ സ്ട്രെങ്ത് വെപ്പിച്ചു. ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഒക്ടോബർ നവംബറൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കൊരു 1000-ഓളം പെട്ടിയാക്കി അതിനെ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത്ര നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതിനെ കുറച്ച് വിൽക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇതങ്ങനെ കടയിൽ കൊണ്ട് കൊടുക്കാവുന്ന സാധനമൊന്നുമല്ല ഇതാണ്. അപ്പോൾ അതിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ്ങോ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കൃഷിഭവനിക്കിടയ്ക്ക് ആലോചിച്ച് അവർ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അങ്ങനെയൊന്നും ആവശ്യക്കാരില്ല. 5-10 പെട്ടിയൊക്കെ ചിലപ്പോൾ ഒക്കെ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു ഞങ്ങൾ കാർഷിക കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക കോളേജിൽ നിന്ന് അവിടെ ഒരു കാർഷിക കോളേജിലൊരു വെള്ളായണി കാർഷിക കോളേജിൽ അന്നൊരു വിങ്ങുണ്ട്. തേനീച്ച പ്രോത്സാഹന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് പ്രോജക്റ്റ് ഓൺ ഹണി ബി റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു പ്രൊഫസർ ഇവിടെ വന്ന് ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്തു. അപ്പോൾ അവർക്ക് ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷേ തേനീച്ച അടുത്ത് പോകാൻ അവർക്ക് അത്ര നല്ല ധൈര്യം ഉണ്ടാക്കിയില്ല. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ ധൈര്യമുണ്ട്. നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തു. അവരെ വെച്ച് ഞങ്ങൾ ട്രെയിനിങ്ങൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ വർഷം ഒരു ട്രെയിനിങ് ക്യാമ്പ് 1-2 ക്യാമ്പുകൾ നടത്തി. ആ ക്യാമ്പിൽ നമ്മൾ 10-500 തേനീച്ചകളെയും കൊടുത്തു. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വർഷവും ഇങ്ങനെ കുറേ തേനീച്ചകളെ നമ്മൾ വിഭജിച്ച് കൊടുക്കുന്നു. അങ്ങനെ ആക്കി ഞങ്ങൾക്ക് ഒരുപാട് തേനീച്ച കർഷകരുടെ ഒരു കൂട്ടായ്മയായി. അങ്ങനെ ഒരു 3-4-5 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപാട് കർഷകരായി. അപ്പോൾ പിന്നെ ഈ കാർഷിക കോളേജിൽ നിന്നൊക്കെ എന്നും വിളിച്ചാൽ ആൾ വരില്ല. അപ്പം പിന്നെ പതിയെ നമ്മൾ തന്നെ ട്രെയിനിങ് പരിശീലനം കൊടുക്കൽ തുടങ്ങി. അങ്ങനെ തുടങ്ങി പതിയെ നമ്മുടെ ട്രെയിനിങ്ങൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കാൻ തുടങ്ങി. ആളുകൾ കർഷകർക്കെല്ലാം വളരെ ഗുണകരമായി. ഒരുപാട് കർഷകർ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരുപാട് കർഷകരായി കഴിഞ്ഞപ്പോൾ ഇവരുടെ എല്ലാം തേൻ വിൽക്കണം, വിപണനം ചെയ്യണം, തേനീച്ചകളെ വിൽക്കണം, ഇതിനൊക്കെ ഒരു സംവിധാനം ആവശ്യമാണ്. അങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിച്ചു. കണ്ണൂർ റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി രൂപീകരിച്ചു. ഈ സൊസൈറ്റിയുടെ കീഴിൽ പരിശീലനവും ട്രെയിനിങ്ങും പരിപാടിയും തേനീച്ചയുടെ തേൻ വിപണനം എല്ലാം ആരംഭിച്ചു. പക്ഷേ ഇത് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ തേന് മാർക്കറ്റ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. തേൻ ഒരുപാട് കർഷകരായി കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് തേൻ വന്നു. ഇതിനെ വിപണനം ചെയ്യുക എന്നുള്ള ഒരു വിഷയം വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ എപ്പോഴും നിലനിന്നു. അങ്ങനെ പിന്നീടാണ് പതിയെ നമ്മൾ മലബാർ ഹണി ആൻഡ് ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് വന്നത്. കമ്പനി രജിസ്റ്റർ ചെയ്ത കമ്പനിയിലേക്ക് നമ്മൾ തേൻ വിപണനത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു കമ്പനിയാക്കിയത്. അങ്ങനെയാണ് മലബാർ ഹണി ആൻഡ് ഫുഡ് പാർക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഉത്ഭവം തന്നെ. അപ്പോൾ കമ്പനി തുടങ്ങുമ്പോഴും ആദ്യം ഞങ്ങൾ അതിനൊരു മീറ്റിങ്ങൊക്കെ വിളിച്ചു. ഒരുപാട് പേര് ആദ്യം വന്നിരുന്നു. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കാമെന്ന് പറഞ്ഞ് 50-50ഓളം പേരെ കൂടിയെന്ന് പറഞ്ഞാലും ആരും ഫണ്ട് മുടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പം എല്ലാവരും പതിയെ വലിഞ്ഞു. അവസാനം ഞങ്ങൾ 1-2 പേരേ ഉള്ളായിരുന്നുള്ളൂ. ഞങ്ങൾ തന്നെ കമ്പനി രജിസ്റ്റർ ചെയ്തു. ഈ തേനീച്ച നശിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യൻ്റെ ആയുസ് 5 വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞേക്കുന്നത് ഞാനല്ല, നമ്മുടെ സുപ്രസിദ്ധനായ സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീൻ്റെ ഒരു പ്രസിദ്ധമായ കോട്ടാണ്, "ദ ബീസ് ഡിസപ്പിയർ ഫ്രം ദ ഫേസ് ഓഫ് എർത്ത്, ദെയർ വിൽ ബി നോ മാൻ, നോ അനിമൽസ്, നത്തിങ് മോർ." ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ തേനീച്ചകളാണ് സകല സസ്യജാലങ്ങളിലും പകൽ പൂ വിരിയുന്ന ഒട്ടുമിക്ക സസ്യങ്ങളിലും പരാഗണം നടത്തുന്നത്. ഈ പൂക്കളിൽ നമുക്കറിയാം, പൂക്കളിലെ ആൺബീജ കോശമാണ് പൂമ്പൊടി. ഇത് പെൺപൂവിൽ എത്തിക്കഴിഞ്ഞാലേ പോളിനേഷൻ നടക്കുകയുള്ളൂ, സീഡ് സെറ്റിങ് നടക്കുകയുള്ളൂ. അപ്പം പോളിനേഷൻ ശരിയായ രീതിയിൽ ക്രോസ് പോളിനേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ സസ്യങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പം നല്ല കായ്ഫലങ്ങൾ ഉണ്ടാകാനും കായ്ഫലങ്ങളുടെ ഗുണമേന്മ ഉണ്ടാകാനും നല്ല വിത്തുകൾ ഉണ്ടാകാനും നെക്സ്റ്റ് തലമുറ സസ്യങ്ങൾ ആരോഗ്യത്തോടെ ഉണ്ടാകണമെങ്കിലും ക്രോസ് പോളിനേഷനൊക്കെ ആവശ്യമാണ്. നല്ല രീതിയിൽ പോളിനേഷൻ ആവശ്യമാണ്. ഈ പോളിനേഷൻ നടക്കണമെങ്കിൽ തേനീച്ച വേണം. പല ജീവികളും പോളിനേഷനെ സഹായിക്കുന്നുണ്ട്, പല ഷഡ്പഥങ്ങളും പോളിനേഷനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ പരിമിതമായിട്ടാണ്. കാരണം തേനീച്ചയാണ് മറ്റ് ഷഡ്പഥങ്ങളൊക്കെ പൂവിൽ ചെല്ലുന്ന തേനെടുക്കാനാണ്. എന്നാൽ തേനീച്ച പൂവിൽ ചെല്ലുന്നത്
തേനും പൂമ്പൊടി എടുക്കാനാണ്. ഈ പൂമ്പൊടി എടുക്കുവാനായിട്ടും തേനെടുക്കുവാനായിട്ട് പൂക്കളിലൂടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ കാലിലൊക്കെ പറ്റുന്ന ഇവരെടുക്കുന്നതുമായിട്ടുള്ള പൂമ്പൊടിയുടെ പരാഗരേണുക്കൾ പെൺപൂവിലെത്തുകയും അങ്ങനെ പരാഗണം നടക്കുകയും സീഡ് സെറ്റിംഗ് അങ്ങനെ 40% കാർഷികോൽപാദനം വരെ വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് തേനീച്ചയ്ക്കുണ്ട്. ഇതാണ് തേനീച്ചയുടെ ഇമ്പോർട്ടൻസ്. അപ്പം തേനീച്ച നശിച്ചു കഴിഞ്ഞാൽ പൂക്കളുണ്ടാകുകയില്ല, കായ്കളുണ്ടാകുകയില്ല. അത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഷഡ്പദങ്ങളും ജീവികളും മറ്റ് ജീവികളും അവയെല്ലാം നശിക്കുന്നതോടുകൂടി മനുഷ്യന് തന്നെ അതുപോലെ തന്നെ ഒരുപാട് കാർഷികോൽപാദനം കുറയുമ്പോഴും മനുഷ്യന് തന്നെ അത് വലിയ ആപത്തായി മാറും. അങ്ങനെ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. അപ്പോൾ ഈ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് നമുക്ക് ഈ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക, അല്ലെ തേനീച്ച വളർത്തലിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 ദിവസത്തെ സൗജന്യ പരിശീലനം കൊടുക്കുന്നുണ്ട്. പരിശീലനം പൂർത്തിയാകുന്നവർക്കൊക്കെ ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി തേനീച്ചകളെ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഖാദി കമ്മീഷനുമായിട്ട് ചേർന്ന് മലബാർ ഹണി ഇവിടെ ഒരു ക്ലസ്റ്റർ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ക്ലസ്റ്ററിൽ തന്നെ ഏതാണ്ട് 500ഓളം തേനീച്ച കർഷകരുണ്ട്. കൂടാതെ ഒരുപാട് മേഖലകളിൽ പല NGOസുമായി ചേർന്നുകൊണ്ട് അവർക്ക് ക്ലസ്റ്റർ രൂപീകരിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് വേണ്ട DPR ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഫണ്ട് ഒക്കെ കിട്ടുവാൻ വേണ്ടി അതിനുവേണ്ടി ഖാദി കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് ഏജൻസി അഥവാ ടെക്നിക്കൽ ഏജൻസി എന്ന് പറയും. അതിൻ്റെ ഖാദി കമ്മീഷൻ്റെ ടൈമിൽ പറഞ്ഞാൽ ടെക്നിക്കൽ ഏജൻസി എന്ന് പറയും. അങ്ങനെ ഖാദി കമ്മീഷൻ്റെ ടെക്നിക്കൽ ഏജൻസിയായിട്ട് മലബാർ ഹണിയെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ മലബാർ ഹണി ഈ സൗത്തിലെ മെയിനായിട്ടുള്ള ടെക്നിക്കൽ ഏജൻസിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് തേനീച്ചയുമായി ബന്ധപ്പെട്ട പരിശീലനവും അതുപോലെ തേനീച്ച കോളനി വിതരണവും എല്ലാം നടത്തി ഈ പരിസ്ഥിതിക്ക് ഗുണകരമാകുന്ന അത് നമ്മുടെ എൻവയോൺമെൻറ്റിന് നമ്മുടെ കാർഷിക മേഖലയ്ക്കുമൊക്കെ ഗുണകരമാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ മലബാർ ഹണി ചെയ്യുന്നുണ്ട്. അതിന് മെയിനായിട്ട് ചെയ്യുന്നത് തേനീച്ച വളർത്തലിന് വേണ്ടുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ, അതിന് വേണ്ടുന്ന തേനീച്ച ഡിസീസ് ഫ്രീ ആയിട്ടുള്ള കോളനികളുടെ ഉൽപ്പാദനം, അതിന് വിപണനം, ഏറ്റവും നല്ല ബി നഴ്സറി തന്നെയുണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും നല്ല തേനീച്ചകളെ, ഏറ്റവും നല്ല ആരോഗ്യമുള്ള തേനീച്ച കോളനികളെ ഉണ്ടാക്കിക്കൊണ്ട് തേനീച്ച കർഷകർക്ക് ഇതിന് പരിശീലനം കൊടുത്ത് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം സൗജന്യമാണ്. ഇവിടെ കൊടുക്കുന്ന പരിശീലനം എല്ലാം സൗജന്യമാണ്. അതുപോലെ പല ഗവൺമെൻറ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് RITTC, ETC, FTC, KVK തുടങ്ങിയ ഗവൺമെൻറ് ഏജൻസികളുടെ എല്ലാം അവിടെ ഉള്ള പരിശീലനം, തേനീച്ച വളർത്തലുമായിട്ടുള്ള ബന്ധപ്പെട്ട പരിശീലനം എല്ലാം നടത്തുന്നുണ്ട്. എല്ലാം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മലബാർ ഹണിയിൽ ഇപ്പോൾ ഇവിടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വ്യത്യസ്തമായ പ്രദേശങ്ങളിലുള്ള തേൻ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഇപ്പം കേരളത്തിലെ തേൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരേ തരത്തിൽ തേനുള്ള ആണ് കൂടുതലായിട്ട് കിട്ടുന്നത്. കൂടുതലെന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും നമുക്കിവിടെ റബ്ബർ ബേസ്ഡ്, റബ്ബർ പൂവിൻ്റെ ഇലയിലെയൊക്കെ തേനാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ വനപ്രദേശങ്ങളോട് അടുത്തുള്ള മേഖലകളിൽ നിന്നുള്ള കാട്ടുതേനും ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പം നമുക്ക് ഇവിടുത്തെ നാടൻ തേനിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ എല്ലാ സ്റ്റേറ്റുകളിലും തേനുണ്ട്. കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, UP, രാജസ്ഥാൻ, പഞ്ചാബ്, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വ്യത്യസ്തമായ തേനുണ്ട്. അവിടെ എല്ലാം തേനീച്ച കർഷകരെ യോജിപ്പിച്ച് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി അവിടുന്ന് തേൻ ഉൽപ്പാദനം നടത്തുന്നുണ്ട്. അവിടെയും കർഷകർക്ക് നമ്മൾ ഈ പറഞ്ഞ ഖാദി കമ്മീഷൻ്റെ സബ്സിഡി വ്യവസ്ഥയിൽ തേനീച്ചപ്പെട്ടികൾ വിപണനം ചെയ്ത് അവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന തേനൊക്കെ കളയാം. അവിടെയൊക്കെ മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ് അവിടെയൊക്കെ ഫോളോ ചെയ്യുന്നത്.